ഈ വ്യക്തി ഈ സമയം നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? ഹൗ ഡു ദേ സീ യു? തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ. ഹൗ ഡു ദേ സീ യു റൈറ്റ് നൗ? ഹൗ ഡു ദേ സീ യു? സോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ഉള്ളതായിട്ട് ഈ ഒരു വ്യക്തി ഒരു സമയത്ത് ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങൾ പഴയതുപോലെയല്ല, നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. മേ ബി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് നിങ്ങളുടെ സ്വഭാവത്തിലോ നിങ്ങൾ എസ്പെഷ്യലി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ എങ്ങനെയാണോ നിൽക്കുന്നത് അതിലൊക്കെ ഒരു മാറ്റം നിങ്ങളായിട്ട് വരുത്തുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങൾ കുറച്ചുകൂടെ എക്സ്പീരിയൻസ്ഡ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുള്ള ചില മാറ്റങ്ങൾ അവർ ആക്ച്വലി തിരിച്ചറിയുന്നുണ്ട്. ഓക്കെ, സോ മേ ബി നിങ്ങളുടെ ഒരു റിയൽ ഫേസ് ആയിരിക്കണം എന്നില്ല ഈ ഒരു വ്യക്തിയുടെ മുന്നിൽ ഈ ഒരു സമയം കാണിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ റിയൽ ഫീലിങ്സ് നിങ്ങൾ ഹൈഡ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ പ്ലസന്റ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കണം. ആൻഡ് മെയിൻ ആയിട്ട് നിങ്ങൾ എന്തൊരു കാര്യം ഡിഫറെന്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. സോ ആ വ്യക്തി നിങ്ങളെ കുറച്ചുകൂടെ മെച്ചുവേർഡ് ആയിട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ തിരിച്ചറിയാൻ പാകമായിട്ടുണ്ട് എന്നുള്ള രീതിയിലായിരിക്കാം ഈ ഒരു സമയം കാണുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ എസ്പെഷ്യലി നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ഒരു കൈൻഡ് ഓഫ് ഓൺ ആൻഡ് ഓഫ് പോലത്തെ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുത്തുന്നുണ്ടായിരിക്കണം. സോ പഴയതുപോലെ നിങ്ങളെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾ പഴയതുപോലെയല്ല. നിങ്ങൾ എങ്ങനെയാണ് എത്ര കാലമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നിട്ടുള്ളത് അതുപോലെ ആയിരിക്കണം എന്നില്ല നിങ്ങൾ നിൽക്കുന്നുണ്ടായിരിക്കുക, നിങ്ങൾ റിയാക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക, റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, സോ ആ ഒരു മാറ്റം ആക്ച്വലി ഈ വ്യക്തി നോട്ടീസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ എന്തൊക്കെയോ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ട് എന്ന് ഈ വ്യക്തി കരുതുന്നുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് സീ ഹൗ ഡു ദേ സീ യു? ഹൗ ഡു ദേ സീ യു? മേ ബി ഈ വ്യക്തിയുടെ എന്തെങ്കിലുമൊക്കെ സീക്രറ്റ്സ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം. ഓൾറൈറ്റ്, സോ നിങ്ങളത് എങ്ങനെ അറിഞ്ഞു? നിങ്ങൾ എങ്ങനെ അത് കണ്ടുപിടിച്ചു? ഓക്കെ, നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു സിറ്റുവേഷൻ, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം കൂടി ഈ ഒരു വ്യക്തി ഈ ഒരു സമയം ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ കുറച്ച് ഡേഞ്ചർ ആവുന്നത് പോലെ ഈ ഒരു വ്യക്തി കാണുന്നുണ്ട് നിങ്ങളുടെ ഒരു ചേഞ്ചസ്. ഓക്കെ, കാരണം നിങ്ങൾ കുറച്ചുകൂടി ധൈര്യത്തോട് കൂടിയിട്ട് ചില ആക്ഷൻസ് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ധൈര്യത്തോട് കൂടിയിട്ട് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു വരുന്നതായിരിക്കാം. കാരണം നിങ്ങൾ ചില സിറ്റുവേഷനിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ എടുക്കാത്ത ചില തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്, കൈൻഡ് ഓഫ് അഡ്വെഞ്ചർ ആയിട്ട്. ഓക്കെ, സോ ഇത്ര ഒരു ധൈര്യം മേ ബി ഈ വ്യക്തി ഇത്ര കാലമായിട്ട് നിങ്ങളിൽ കണ്ടിട്ടുണ്ടാവില്ല. ഓക്കെ, അതാണ് നിങ്ങൾ മേ ബി എപ്പോഴും അവൈലബിൾ ആവുന്നുണ്ടായിരിക്കണം, വീണ്ടും വീണ്ടും അവസരം മേ ബി ഒരു റിലേഷൻഷിപ്പിൽ കൊടുക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, പക്ഷെ ഈ ഒരു സമയം നിങ്ങൾക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ സൈലൻസ്, ഓക്കെ, അഗെയിൻ നിങ്ങളുടെ സൈലൻസ് ഒക്കെ ഈ വ്യക്തി ഒരുപാട് മനസ്സിലാക്കി വരുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തൊക്കെയോ ചേഞ്ചസ് ആക്ച്വലി വരുന്നുണ്ട്. അതാണ് ഈ വ്യക്തി ഏറ്റവും കൂടുതൽ ബോധർ ചെയ്യിപ്പിക്കുന്നുണ്ടായിരിക്കുക. ഹൗ ഡു ദേ സീ യു? നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകുന്നുണ്ട്, ഒറ്റയ്ക്ക് മാറി നിൽക്കുന്നുണ്ട്, ഒറ്റയ്ക്ക് നിൽക്കാനുള്ളൊരു കരേജ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഹൗ ഡു ദേ സീ യു? സോ നിങ്ങൾ ചില എടുക്കുന്ന ആക്ഷൻസ്, മേ ബി നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ മേജർ ആക്ഷൻസ്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഈ ഒരു വ്യക്തിയെടുത്ത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങൾ തന്നെ ഈ ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങൾ കാണുന്നത് ഒരുപാട് സ്റ്റബേൺ ആയിട്ടാണ്. ആക്ച്വലി ചില പാറ്റേൺസ് നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്നുണ്ട്, അത് ഈ വ്യക്തി ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല, എസ്പെഷ്യലി നിങ്ങളുടെ ചേഞ്ച്. ഓക്കെ, സോ നിങ്ങളുടെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്, എസ്പെഷ്യലി നിങ്ങൾ ഒരുപാട് പഠിക്കുന്നുണ്ട്, നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ആൻഡ് അഗെയിൻ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും മേജർ ചേഞ്ചസ് ഈ ഒരു സമയത്ത് വരുത്തിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങളുടെ ജോബ് ആയിരിക്കാം, നിങ്ങൾക്ക് ഒരുപാട് സമൃദ്ധി ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ തോന്നുന്നുണ്ടായിരിക്കണം. ഓക്കെ, ഒരുപാട് പ്രോസ്പെരിറ്റി, ഒരുപാട് ഹാപ്പിനെസ്, കോൺഫിഡൻസ് മെയിൻ ആയിട്ട്. കാരണം നിങ്ങൾ പല കാര്യങ്ങളും ഒറ്റയ്ക്ക് മുന്നോട്ട് ചെയ്തു വരുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് ഒരുപാട് മാറ്റം വരുന്നുണ്ട്. ഈ വ്യക്തി നിങ്ങളെ നോട്ടീസ് ചെയ്യുന്ന രീതിയിലുള്ളൊരു മാറ്റവും നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഹൗ ഡു ദേ സീ യു? ആ വ്യക്തിക്ക് നിങ്ങളെ കാണുന്ന സമയത്ത് ഒരു കോൺഫിഡൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ആ വ്യക്തിക്കും കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ എക്സ്പെഷ്യലി നിങ്ങൾ ഇങ്ങനത്തെ ഒരു ചേഞ്ച് എടുത്തിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളെ കാണുന്ന രീതിയിൽ ഡിഫറെന്റ് ആയിട്ട് കാണാനുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ മാറ്റം ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് ആക്ച്വലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാക്കുന്ന ഒരു വലിയൊരു ചേഞ്ച് ആണ്. നിങ്ങൾ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളതായിട്ട് അവർ കാണുന്നുണ്ട്. മേ ബി നിങ്ങൾ ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം. അത് എസ്പെഷ്യലി നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ പഠിച്ചിട്ടുള്ള പല കാര്യങ്ങളും. ഓക്കെ, ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ചില കാഴ്ചപ്പാട്, എസ്പെഷ്യലി അവര് യൂഷ്വലി കണ്ടിട്ടുള്ള ആളുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ നിങ്ങളിൽ വരുത്തുന്നുണ്ട്. അത് ഈ വ്യക്തി ഒരുപാട്
ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിശയിപ്പിക്കുന്ന ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് നിങ്ങളെ എങ്ങനെയും നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഈ ഒരു സമയത്ത്. ഓക്കെ, നിങ്ങളുടെ മൈൻഡ് മേ ബി നിങ്ങൾ കുറച്ച് ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ടായിരിക്കണം. നിങ്ങളുടെ മനസ്സ് ആ ഒരു ലോൺലിനെസ്, ഒരു സോളിറ്റ്യൂഡ് മോഡ് മേ ബി ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ഫസ്റ്റായിട്ട് നിങ്ങൾ എടുക്കുന്ന ചില സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു പ്രഷറൊക്കെ ഉണ്ടായിരിക്കണം. പക്ഷെ ഈ വ്യക്തി നിങ്ങളെ കാണുന്ന സമയത്ത് ഇതുവരെ ആ വ്യക്തിക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്തതുപോലെ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിച്ചതുപോലെ അല്ല നിങ്ങൾ ഈ ഒരു സമയത്ത് നിൽക്കുന്നത്. നിങ്ങൾക്ക് അത്ര ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ സ്വഭാവത്തിൽ മെയിൻ ആയിട്ടൊരു മാറ്റം ഉണ്ടാവുന്നുണ്ട്. ഈ വ്യക്തി നിങ്ങളെ കാണുന്നത്, നിങ്ങളുടെ പിറകെ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്തും നിങ്ങൾ വളരെ പ്ലസന്റ് ആയിട്ടാണ് ഈ ഒരു വ്യക്തി കാണുന്നത്, ഹാപ്പി ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റം, നിങ്ങൾക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്, നിങ്ങളുടെ ലൈഫിനും ഒരുപാട് മാറ്റങ്ങൾ വന്നതുപോലെയാണ് വ്യക്തി നിങ്ങൾ ഈ ഒരു സമയത്ത് കാണുന്നത്. ഓക്കെ, ഈ വ്യക്തി നിങ്ങളെ പറ്റിയിട്ട് ഒരുപാട് പഠിക്കുന്നുണ്ട്, ഈ ഒരു സമയം മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഈ വ്യക്തിക്ക് നിങ്ങളോട് ഈ ഒരു സമയം ഒരു അഡ്മിറേഷൻ കൂടെ ഉണ്ടാവുന്നുണ്ട്. ആ വ്യക്തി ഇൻസ്പയർഡ് ആവുന്നുണ്ട്. ഓക്കെ, കൂടുതൽ നിങ്ങളെ പറ്റി പഠിക്കാൻ കൂടുതൽ ആഗ്രഹം ഉണ്ടാവുന്നുണ്ട്. അത് മെയിൻ ആയിട്ട് നിങ്ങൾ മാറുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ചില മേജർ ആയിട്ടുള്ള ഒരു ചേഞ്ചിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. അത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം കൊണ്ടാണ്, വിഷമം ഉണ്ടായിട്ടുള്ള അനുഭവം കൊണ്ടായിരിക്കണം ഫൈനലി നിങ്ങൾ മേജർ ആയിട്ടുള്ള ആക്ഷൻസും ചേഞ്ചൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, നിങ്ങളുടെ സ്വഭാവത്തിലൊക്കെ കൊണ്ടുവരുന്നത്. എങ്ങനെയാണോ നിങ്ങൾ നിന്നിട്ടുള്ളത് അതിലൊക്കെ നിങ്ങൾ കുറച്ചുകൂടെ സെൽഫ് ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. കാരണം ആ വ്യക്തി നിങ്ങളെ പറ്റിയിട്ട് കൂടുതൽ മനസ്സിലാക്കുന്നുണ്ട്, അത് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആ വ്യക്തിയെ. ഓക്കെ, സോ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു റീഡിംഗ് ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ട്സ് ടേക്ക് കെയർ ആൻഡ്